ഒന്നുകിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുക, അല്ലെങ്കിൽ ഭക്ഷണത്തിനും മരുന്നിനും വേണ്ട 3 മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കുക. കഴിഞ്ഞ 5 മാസങ്ങളായി ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിനെതിരെ മറിയക്കുട്ടി നൽകിയ ഹർജി ഇന്നലെ പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വാക്കാൽ പരാമർശമാണിത്. സർക്കാരിന് ആഘോഷങ്ങൾക്ക് പണമുണ്ട്, പക്ഷേ പാവപ്പെട്ടവർക്ക് 1600 വീതം നൽകുവാൻ പണമില്ല എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുൻഗണനയുടെ പ്രശ്നമാണ് എന്നും ഹർജി പരിഗണിക്കവേ ജഡ്ജി വ്യക്തമാക്കി. വിധവാ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയെടുക്കൽ സമരം നടത്തിയ ഇടുക്കി അടിമാലി സ്വദേശിനി മറിയക്കുട്ടി കുടിശ്ശിക പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാനമായ ഈ വാക്കാൽ പരാമർശം ഉണ്ടായത്. അവസാനമായി ജൂലൈ മാസ ക്ഷേമ പെൻഷനാണ് ലഭിച്ചിരുന്നതെന്നും എല്ലാ മാസവും ലഭിച്ചിരുന്ന 1600 കൊണ്ടാണ് ജീവിത ചെലവും മരുന്നും വാങ്ങിക്കഴിഞ്ഞിരുന്നത് എന്നും തനിക്ക് 3 മക്കളുണ്ടെങ്കിലും അവരെല്ലാം വിവിധ ഇടങ്ങളിലാണ് എന്നും ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കം അനുവദിച്ച് കിട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മറിയക്കുട്ടി ഹർജി നൽകിയത്. ഇതേ തുടർന്ന് കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയപ്പോൾ കേന്ദ്രവിഹിതം കിട്ടാതായിട്ട് മാസങ്ങളായി, കോടികൾ കേന്ദ്രവിഹിതമായി ലഭിക്കുവാനുണ്ട് എന്നാണ് സർക്കാർ പറഞ്ഞത്. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണത്തിനായി ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. മറിയക്കുട്ടി ഹർജി നൽകിയതിനെ തുടർന്ന് പെൻഷൻ കുടിശ്ശിക കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അടിമാലി പഞ്ചായത്തിൻ്റെയും വിശദീകരണം കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ 5 മാസത്തോളം മുടങ്ങിയതിൽ ഓഗസ്റ്റ് മാസത്തെ 1600 മാത്രമാണ് ഇന്നു മുതൽ വിതരണം തുടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുമസും ന്യൂ ഇയറും ആഘോഷിക്കുമ്പോഴും പാവപ്പെട്ടവർക്ക് 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി തുടരും. യൂണിയനുകളോ സംഘടനകളോ ഒന്നുമില്ലാത്ത ക്ഷേമ പെൻഷനുകാർക്ക് കുടിശ്ശിക ആയാലും സർക്കാരിന് ഒന്നും സംഭവിക്കില്ല എന്ന സ്ഥിതി മറിയക്കുട്ടിയുടെ ഹർജി നൽകിയതിലൂടെ മാറുകയാണ്. കൃത്യമായി ക്ഷേമ പെൻഷൻ നൽകുവാൻ എന്ന് പറഞ്ഞ് ഏപ്രിൽ മുതൽ പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയ്ക്ക് സർക്കാർ സെസ് പിരിവ് ആരംഭിച്ചത്. എന്നിട്ടും 2024 പുതുവർഷം പിറക്കുമ്പോൾ 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക ആവുകയാണ്. സർക്കാർ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞപ്പോൾ കോടതി മുൻഗണന നൽകുന്നതിൻ്റെ പ്രശ്നമാണ് എന്നാണ് സൂചിപ്പിച്ചത്. ആഘോഷങ്ങൾക്ക് ചിലവാക്കുന്നതിന് പണമുണ്ട് എന്നും പറഞ്ഞു. അതിനാൽ തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണത്തിന് അടുത്ത മാസം തന്നെ സർക്കാർ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ കേസിലെ അന്തിമ വിധി കുടിശ്ശിക ലഭിക്കേണ്ട പെൻഷൻകാർക്ക് അനുകൂലമാകുമോ എന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇനി മാസങ്ങൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയാൽ ഒട്ടേറെ പേർ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കുന്ന സ്ഥിതി വന്നേക്കും. അതിനിടെ ഇന്നു മുതലാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും നൽകി തുടങ്ങിയത്. ഡിസംബർ 30 വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ഉണ്ടാകും. അതിനാൽ ക്രിസ്തുമസിന് മുമ്പ് പെൻഷൻ ലഭിക്കാത്തവർ വിഷമിക്കേണ്ടതില്ല. 30-നുള്ളിൽ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്.